So, good morning everyone. Today we are going to study about the refrigeration and air conditioning class number 28. Okay. So, in this class we are going to study about number one, the simple saturation cycle with the flash chambers, simple saturation cycle with a pre-cooler or accumulator, or a liquid suction heat exchanger, and one example with a problem. Okay. So we are going to study, yeah, simple saturation cycle with the flash chambers. Okay. So എന്താണ് ഫ്ലാഷ് ചേമ്പേഴ്സ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ആക്ച്വലി? ഓക്കെ, സിമ്പിൾ സാച്ചുറേഷൻ സൈക്കിൾ എന്ന് പറയാൻ നിങ്ങൾക്കറിയില്ല, സാധാരണ നമ്മുടെ VCRS സൈക്കിളിൽ വരുന്ന ഒരു സൈക്കിളാണ്. ഓക്കെ, അപ്പൊ അതിന് കൂടെ തന്നെ നമ്മൾ ഫ്ലാഷ് ചേമ്പറും കൂടെ യൂസ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ അതിലെ PH ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ PH ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ചസ് ഇതിൽ കാണുന്നില്ല. ഓക്കെ, there won't be any changes in the PH chart. പക്ഷേ നിങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ഫ്ലാഷ് ചേമ്പർ ഇൻസ്റ്റാൾ ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, so there will be a compressor and there will be a condenser and there will be an expansion valve and there will be a flash chamber. Okay, so main കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിലുള്ളത്, അതായത് ഒരു VCR സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. That first one will be the evaporator, second one is the compressor, third one is the condenser and expansion device, fourth one. But here in this system we are included a flash chamber. So what's the use of flash chamber? So as you know that when the compressor നിന്ന് നമുക്ക് വരുന്നത്, അതായത് ഒരു കംപ്രസറിൽ നിന്ന് നമുക്ക് ഹൈ പ്രഷേർഡ് ആയിട്ടുള്ള ഒരു റെഫ്രിജറന്റ്, ഓക്കെ, ഹൈ പ്രഷർ ആയിട്ടുള്ള റെഫ്രിജറന്റ് നമ്മൾ കണ്ടൻസറിലേക്ക് കൊടുക്കുന്നു. പക്ഷേ ഈ കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഹൈ പ്രഷർ തന്നെ, അതേ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ പ്രഷർ തന്നെ എക്സ്പാൻഷൻ വാൽവിലേക്ക് പോകുന്നു. സോ ഈ പ്രഷർ അവിടെ സംഭവിക്കുന്നത് ഈ ഒരു കണ്ടൻസറിൽ നിന്ന് എക്സ്പാൻഷൻ ഡിവൈസസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്രഷറിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്, അല്ലെ? എക്സ്പാൻഷൻ വാൽവിലെ പ്രഷറിലെ വേരിയേഷൻ സംഭവിക്കുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് വേരിയേഷൻ വാട്ട് ഹാപ്പൻസ്, ദി സം ഓഫ് ദിസ്, അതായത് നമ്മുടെ ലിക്വിഡ് റെഫ്രിജറന്റ്, അതായത് കംപ്ലീറ്റ്ലി ലിക്വിഡ് റെഫ്രിജറന്റ് ആവുന്നില്ല. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഓൾസോ there will be some വേപ്പേഴ്സും ഫോം ചെയ്യുന്നുണ്ട്. അതായത് the refrigerant should not be becomes a completely vapor, having some liquid and also some vapor. Okay, some vapor അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള മിക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അതായത് ഫ്രം ദി എക്സ്പാൻഷൻ വാൽവ്, അല്ലെ? സോ വിറ്റ് ഈസ്, അതായത് നമ്മൾ വരുന്ന ഹൈ കംപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു റെഫ്രിജറന്റ് കണ്ടൻസറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ടെമ്പറേച്ചറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹീറ്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലിക്വിഡായി മാറും. ഓക്കെ, സോ അത് ലിക്വിഡായി മാറിക്കഴിഞ്ഞാൽ ആ ലിക്വിഡിൽ നിന്ന് ആ ലിക്വിഡ് മാത്രമല്ല, അതിൽ കുറച്ച് എന്തുണ്ടാവും? യെസ്, വേപ്പേഴ്സും കൂടി ഉണ്ടാവും. സോ ഈ വേപ്പേഴ്സ് ആക്ച്വലി നമുക്ക് യാതൊരു കാര്യമില്ല ഈ വേപ്പേഴ്സിനെ കൊണ്ട്, ലിക്വിഡ് റെഫ്രിജറന്റിൽ, അതായത് ആ റെഫ്രിജറന്റിൽ നിന്ന് വരുന്ന വേപ്പേഴ്സിനെ കൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല. കാരണം ആ വേപ്പേഴ്സ് അബ്സോർബ് ചെയ്യുന്നത്, അതായത് ഇവോപ്പറേറ്ററിലൂടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിനെ ഹീറ്റിനെ, അതായത് ഔട്ട്സൈഡ് സ്പേസിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. So we won't allow this vapor to come to the evaporator. പ്രാക്ടിക്കൽ കേസിൽ ഈ വേപ്പറിനെ നമ്മൾ ഇവോപ്പറേറ്ററിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാറില്ല. കാരണം ഈ വേപ്പറിന് അബ്സോർപ്ഷൻ പവർ കുറവാണ് കമ്പാരിറ്റീവ്ലി ലിക്വിഡിനെ. സോ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലാഷ് ചേമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലിക്വിഡിനെ മാത്രം നമ്മൾ ഇവോപ്പറേറ്ററിലൂടെ പാസ് ചെയ്യും. So expansion device after the expansion valve, the refrigerant will come to the flash chamber and it will collect the liquid. It will allow the liquid only through the evaporator and the vapor, അതിലുണ്ടാവുന്ന വേപ്പർ എന്ത് ചെയ്യുന്നു? ആ വേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും again passes through the compressor. Okay, so സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനത്തെ ഫ്ലാഷ് ചേമ്പർ പഠിക്കുന്നില്ല, ജസ്റ്റ് ഇവോപ്പറേറ്റർ മാത്രമാണ് ഇവിടെ വെക്കുന്നത്. But in this case we are introducing a flash chamber which is the use of the flash chamber is to the removal of the vapor from the refrigerant which is coming from the expansion valve, and it is passes through, it only allows to the liquid to pass through the evaporator. Okay, ലിക്വിഡിനെ മാത്രമേ ഇവോപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ലിക്വിഡിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്പേസിലുള്ള ഹീറ്റിനെ നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ബാക്കിയുള്ള ഈ വേപ്പറിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കംപ്രസറിലേക്ക് വീണ്ടും കൊടുക്കുന്നു. സോ ഹിയർ അഗൈൻ ആഫ്റ്റർ ദി ഇവോപ്പറേറ്ററിൽ നിന്ന് നമുക്ക് ഈ ലിക്വിഡ് റെഫ്രിജറന്റ് വേപ്പറായി മാറുന്നു. ആ വേപ്പറും ഇവിടെ മിക്സ് ചെയ്തിട്ട് ടോട്ടലി ഈ വേപ്പർ എന്ത് ചെയ്യുന്നു? കംപ്രസറിലേക്ക് പോകുന്നു. Then the system continues. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് ആക്ച്വലി, അതായത് ഫ്ലാഷ് ചേമ്പേഴ്സ് യൂസ് ചെയ്തിരുന്നത്. സോ ഫ്ലാഷ് ചേമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവിടെ നമുക്ക് ഫ്ലാഷ്, അതായത് ആ ഒരു വേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
സോ ഈ ഫ്ലാഷ് ചേമ്പർ യൂസ് ചെയ്യുന്ന അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ പി എച്ച് ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ ഈ ഒരു എൻട്രി പോയിന്റ്, അതായത് ഡ്രൈ ആൻഡ് സാച്ചുറേഷൻ, ഓക്കെ, ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു വേപ്പേഴ്സ് മാത്രമാണ് ഈ ഒരു കംപ്രസറിൽ പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ ഫ്ലാഷ് ചേമ്പേഴ്സ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിക്വിഡ്, അതായത് വേപ്പറിന് മാത്രമേ ഈ കംപ്രസറിലേക്ക് പോകാൻ പാടുള്ളൂ. അതായത് ലിക്വിഡിനെ നമ്മൾ ഈ ഒരു കംപ്രസറിലേക്ക് പോകാൻ പാടില്ല. ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഡയറക്റ്റ് ഇവോപ്പറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലാഷ് ചേമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തായിരുന്നു, ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള refrigerant will come to this point 1, അതായത് entry of the compressor, then it is compressed in the isentropic compression and then it passes through the condenser പാസ് ചെയ്യുന്നു. then കണ്ടൻസറിലൂടെ അത് പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് എക്സ്പാൻഷൻ ഡിവൈസിൽ എത്തുന്നു. എക്സ്പാൻഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് ഇവോപ്പറേറ്ററിൽ പോകും. സോ ഇവിടെ എക്സ്പാൻഷൻ ഡിവൈസസ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഫ്ലാഷ് ചേമ്പേഴ്സിലേക്കാണ്. So flash chambers is in between 5 and 6 actually. 5 and 6 ന്റെ ഇടയിലാണ് ഈ ഫ്ലാഷ് ചേമ്പർ വരുന്നത് ആക്ച്വലി. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ബിക്കംസ് എന്തായി മാറുന്നു. സോ ഇവിടെ നമ്മൾ കാണിക്കുമ്പോൾ പി എച്ച് ചാനൽ കാണിക്കുമ്പോൾ 5 to ഡയറക്ട്ലി നമ്മൾ ഇവോപ്പറേറ്ററിലേക്ക് അതായത് നമ്മൾ കാണിക്കുന്നത് 5 to ഡയറക്ട്ലി ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ 5 to 6 പോയിട്ടാണ് 6 എന്നാണ് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി 1 ഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഡോണ്ട് ബി കൺഫ്യൂസ്ഡ് ആക്ച്വലി. ഡയഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ സെയിം ആയിട്ട് തന്നെ ചെയ്യുന്നത്, പക്ഷെ ഓൺലി ദർ ഇസ് 6 എന്ന് പറയുന്നത്, അതായത് കംപ്ലീറ്റ്ലി ലിക്വിഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. 5 കഴിഞ്ഞ് അടുത്തത് 6 വന്നിട്ട് 6 കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയതിനു ശേഷമാണ് നമ്മൾ പിന്നെ അത് 1 പോകുന്നത്. ഓക്കെ, സോ ഡയഗ്രത്തിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്, പേജ് ചാർട്ടിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ബട്ട് എനിവേ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, കാരണം അതേ പ്രഷറിലാണ് നമ്മൾ എത്തിക്കുന്നത് ആക്ച്വലി. ഓക്കെ, ആ സെയിം പ്രഷർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ആക്ച്വലി. എനിവേ നൗ നമ്മൾ ചെയ്യുന്നത് അടുത്തത് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതായത് ഇതിന്റെ സ്കിമാറ്റിക് ഡയഗ്രാം പറയുന്നത്, അതായത് ഈ സ്കിമാറ്റിക് ഡയഗ്രത്തിൽ നമ്മൾ കണ്ടതാണ്, അതായത് സിമ്പിൾ വേപ്പർ കംപ്രഷൻ സൈക്കിൾ ഫ്ലാഷ് ചേമ്പർ യൂസ് ചെയ്യുന്നു. അതുകൂടാതെ അതിൽ നമ്മളൊരു പി എച്ച് ചാർട്ട് നമ്മൾ വരച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ആക്ച്വലി ഈ ഒരു ഫിഗറിൽ, നേരത്തെ കണ്ട ഒരു ഫിഗറിൽ നമ്മൾ ഈ ഒരു മാസ് ഓഫ് ME എന്ന് പറയുന്നതാണ് മാസ് ഓഫ് ദ ലിക്വിഡ് റെഫ്രിജറന്റ് വിച്ച് ഇസ് പാസസ് ത്രൂ ദ ഇവോപ്പറേറ്റർ ME. ഓക്കെ, ആൻഡ് MC എന്ന് പറയുന്നത് മാസ് ഓഫ് ദി കണ്ടൻസർ അല്ലെങ്കിൽ കംപ്രസറിൽ നിന്ന് വരുന്ന മാസ് ഓഫ് ദ റെഫ്രിജറന്റ്. ഓക്കെ, അതാണ് ടോട്ടൽ മാസാണ് MC എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്നത് ആഫ്റ്റർ ദ ഫ്ലാഷ് ചേമ്പർ MF എന്ന് പറയുന്നത് MC മൈനസ് ME ആയിരിക്കും. MC എന്ന് പറയുന്നത് ടോട്ടൽ റെഫ്രിജറന്റ് ആണ്, അതായത് കംപ്രസറിൽ നിന്നും കണ്ടൻസറിൽ നിന്നും വരുന്ന ടോട്ടൽ റെഫ്രിജറന്റ്. MC എന്ന കണ്ടൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ദി റെഫ്രിജറന്റ് വിൽ കം ഫ്രം ദി MC. ഓക്കെ, സോ MF എന്ന് പറയുന്നത് MC മൈനസ് ദ ക്വാണ്ടിറ്റി ഓഫ് ME ആയിരിക്കും. ഓക്കെ, അത് ഓർമ്മിക്കുക, MF എന്ന് പറയുന്നത് MC മൈനസ് ME. ഓക്കെ, റൈറ്റ്. നൗ here you can see MF which is equal to MC minus ME. സോ നമുക്ക് ഇനി ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫ്ലാഷ് ചേമ്പറിൽ ഒരിക്കലും ഈ പറഞ്ഞ മാതിരി ഹീറ്റ് കൊടുക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ച് പുറത്തേക്ക് നടക്കുന്നില്ല ആക്ച്വലി. ഓക്കെ, there won't be any heat exchange because it is actually a thermal equilibrium ആണ് അവിടെ നടക്കുന്നത് ആക്ച്വലി. അതായത് പുറത്തേക്ക് അത് കളയുന്നില്ല, ഹീറ്റിനെ പുറത്തേക്ക് കളയുന്നില്ല. ഓക്കെ, സോ ദാറ്റ് വിൽ ബി എ തെർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും അത് ഉണ്ടായിരിക്കുക. സോ ഹീറ്റ് ടേക്കൺ ബൈ ദ ഫ്ലാഷ് ചേമ്പർ വിച്ച് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗിവൺ ഔട്ട് ബൈ ദ ഫ്ലാഷ് ചേമ്പർ. അതായത് ഫ്ലാഷ് ചേമ്പറിന്റെ അകത്തേക്ക് എത്ര ഹീറ്റ് ആണോ എടുത്തത് അതേ ഹീറ്റ് തന്നെയായിരിക്കും ഫ്ലാഷ് ചേമ്പറിന് പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, സോ MC into M5 which is equal to ME into H6 plus MF into H1. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കണം. MC into H5. ഓക്കെ, ആ ഫിഗർ നോക്കിയാൽ മതി. MC into H5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, MC into H5 which is equal to ME into H6 പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന അതിന്റെ എൻതാൽപ്പി വാല്യൂ. ഓക്കെ, ME into H6 പ്ലസ് MF into H1, കാരണം ഇത് നേരെ വരുന്നത് H1ലേക്കാണ്. MF into H1. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത നമുക്ക് അതിന് വീണ്ടും ഒന്നുകൂടെ ആ ഇക്വേഷൻ നമുക്ക് വീണ്ടും ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. ME into H6 പ്ലസ് MF എന്ന് പറയുന്നത് എന്താണ്, MC minus ME into H1. ഓക്കെ, into H1. ഇനി ഈ ഇക്വേഷന് രണ്ട് സൈഡിലേക്ക് നമ്മൾ മാറ്റാണ്. MCന്റെ സൈഡും MEന്റെ സൈഡും ഒക്കെ നമ്മൾ മാറ്റാണ്. MC into H5 എന്ന് പറയുന്ന അവിടെ നിൽക്കട്ടെ, ഇവിടെയുള്ള H1നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റാം. സോ H1 minus H5 which is equal to ME into H1 minus H6. ഓക്കെ, ME-ലേക്കും അതുപോലെ തന്നെ MC-ലേക്കും ആക്കി മാറ്റാണ് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത്. ME which is equal to MC into H1 minus H5 divided by H1 minus H6.
Okay, I hope you clear this about. Okay, clear and M is equal to MC into H1 minus H5 divided by H1 minus H6. Now heat absorbed in the evaporator. This heat, evaporator mass flow rate of the evaporator mass flow rate mass of the liquid refrigerant formula MC into H1 minus H5 divided by H1 minus H6. In heat absorbed in the evaporator refrigerating effect. So refrigerating effect which is equal to ME into evaporator heat absorption. So ME into H1 minus H6. State point E end H1 minus H6. Okay. Now H1 minus H6 H1 minus H6 yes, this value. ME value minus M in the value value MC in the equation MC into H1 minus H5 divided by H1 minus H6 into H1 minus H6. This cancel MC into H1 minus H5. So this complete but suppose 5 marks question write a short note about this flash chambers in a saturation cycle. 5 marks question അതല്ല നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആണ് തരുന്നത് ആ പ്രോബ്ലത്തിൽ ഒരു ഫ്ലാഷ് ചേമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് COP അതുപോലെ വർക്ക് ഇൻപുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം സോ ഈ ഇക്വേഷൻസ് പറഞ്ഞ നമ്പേഴ്സ് സ്റ്റേറ്റ് പോയിന്റ്സ് നമ്പേഴ്സ് എന്നല്ല നിങ്ങൾ ആ ഒരു ഡയഗ്രാം മാത്രം മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ പേജ് ചാർട്ടിന്റെ ഡയഗ്രാം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റ് പോയിന്റ്സ് എന്നുള്ളത് H1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇപ്പൊ ഇവിടെ ഹീറ്റ് അബ്സോർബ്ഡ് ഓഫ് ദി റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഈ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് MC into H1 minus H5 അല്ലെങ്കിൽ ME into H1 minus H6. നിങ്ങൾക്ക് H6 ഉം H1 ഉം കിട്ടുകയാണെങ്കിൽ ME into H1 minus H6 അല്ലെങ്കിൽ MC എന്ന് പറയുന്നത് എന്താണ് യെസ് അതായത് കണ്ടൻസറിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കംപ്രസറിലോ വരുന്ന മാസ് ഫ്ലോ റേറ്റ് ആ ഒരു മാസ് ഫ്ലോ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ H1 minus H5 ഓക്കെ അല്ലെങ്കിൽ H1 എന്ന് പറയുന്നത് എവിടെ വരുന്നത് ആ ഒരു പോയിന്റിൽ ഡ്രൈ സാച്ചുറേഷൻ പോയിന്റിൽ H5 എന്ന് പറയുന്നത് എവിടെ വരുന്നത് അതിന്റെ അതായത് എക്സ്പാൻഷൻ ഡിവൈസിന് ആ നേരെ കാണുന്ന പോയിന്റിലാണ് H5 വരിക ഇനി അതല്ല നിങ്ങൾക്ക് H1 എന്ന് പറയുന്ന ഈ ഒരു ഡ്രൈ സാച്ചുറേഷൻ പോയിന്റും H6 എന്ന് പറയുന്നത് ലിക്വിഡ് സാച്ചുറേഷൻ ലിക്വിഡ് പോയിന്റിലാണ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെക്കുക അതായത് H1 ഉം H6 നിങ്ങൾക്ക് അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ME നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് H6 ചെയ്താൽ ME into H1 minus H6 അത് ചെയ്താൽ ഇത് ഈ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണ് ആൻസർ ഓക്കെ നൗ വർക്ക് ഇൻപുട്ട് ഓഫ് ദ കംപ്രസർ എന്ന് പറയുന്നത് MC into H2 minus H1 ആസ് യൂഷ്വൽ അതായത് കംപ്രസറിൽ അല്ലെങ്കിൽ കണ്ടൻസറിൽ വരുന്ന മാസ് ഫ്ലോ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ H2 minus H1 ആ ഒരു പീച്ചാറിന്റെ ഈ സൈഡിൽ കാണുന്നത് H2 minus H1 ഓക്കെ ആ കോഎഫിഷ്യന്റ് അറിയാലോ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട് ഓഫ് ദ കംപ്രസർ ആണ് സോ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത് MC into H1 minus H5 divided by MC into H2 minus H1 okay അതിൽ MC ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് H2 minus H5 divided by H2 minus H1 അപ്പോൾ ഇതിലൊക്കെ ആ ഒരു ഡ്രോയിങ് നിങ്ങൾ കാണണം ഡ്രോയിങ് എന്ന് പറയുന്നത് എന്താ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ മനസ്സിൽ കാണണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ COP എന്ന് പറയുന്നത് എന്താണ് H2 minus H1 H2 minus H5 H2 minus H5 divided by H2 minus H1 okay H2 minus H1 H2 minus H5 divided by H2 minus H1 okay അപ്പോൾ സാധാരണ ഒരു സിമ്പിൾ സാച്ചുറേഷൻ സൈക്കിൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ ഉണ്ടാവുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്താണ് H1 മൈനസ് ഇവിടെ നേരെ കാണുന്ന താഴത്തുള്ള പോയിന്റ് ഇവോപ്പറേറ്ററിന്റെ പോയിന്റ് ആയിരിക്കും അല്ലേ അതായത് H1 minus H5 എന്നുള്ള ആ സാധാരണ കാണുന്ന ഒരു ഡയഗ്രാം പക്ഷെ വെൻ ഫ്ലാഷ് ചേമ്പർ വരുന്ന സമയത്ത് ഈ ഇക്വേഷൻസ് ഇവിടെ മാറി ഓക്കെ ഫ്ലാഷ് ചേമ്പർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ ഇക്വേഷൻസ് മാറി അപ്പൊ ആ ഒരു മാറ്റം നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ ഇപ്പൊ ഫ്ലാഷ് ചേമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ COP എന്തായി H2 minus H5 ഉം H2 minus H1 divided by H2 minus H1 ആയി പക്ഷെ നേരെ മറിച്ച് മറ്റേലാണെങ്കിലോ അതായത് ഫ്ലാഷ് ചേമ്പർ ഇല്ലാത്തൊരു സ്റ്റേജ് ആണെങ്കിലോ H1 മൈനസ് ഇവിടെ ഏതാ വരിക H4 അല്ലെങ്കിൽ 5 ആയിരിക്കും H1 minus H4 divided by H2 minus H1 ആയിരിക്കും ഈ ഫ്ലാഷ് ചേമ്പർ ഇല്ലെങ്കിൽ വരിക ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെയായി ഓക്കെ സോ ആ ഒരു ഡിഫറൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ റൈറ്റ് Now we are going to study about next one is a simple saturation cycle with a pre-cooler or accumulator. Okay, so flash chamber പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് pre-cooler അല്ലെങ്കിൽ accumulator എന്ന് പറയുന്നത്.
So why we use this pre-cooler or accumulator? അതായത് ഇതാണ് പ്രീ കൂളറിന്റെയും അതുപോലെ തന്നെ പ്രീ കൂളർ അല്ലെങ്കിൽ അക്യുമുലേറ്ററിന്റെ ഡയഗ്രാം. ഓക്കെ, അതായത് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഫോർ ദ സാച്ചുറേഷൻ സൈക്കിൾ വിത്ത് ഹാവിംഗ് എ അക്യുമുലേറ്റർ ഓർ ദി പ്രീ കൂളർ. ഓക്കെ, സോ അതായത് നമ്മൾ സാധാരണ കംപ്രസറിലേക്ക് നമ്മൾ അയക്കുന്ന എന്ന് പറയുകയാണെങ്കിൽ റെഫ്രിജറന്റ്, ഈ റെഫ്രിജറന്റ് എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേജ് ആയിരിക്കണം. സപ്പോസ് നമ്മൾ അയക്കുന്ന റെഫ്രിജറന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേജ് ആണ് കംപ്രസറിലേക്ക്. സപ്പോസ് നമ്മൾ ഇഫ് വി ആർ ഗിവിംഗ് ടു സം ലിക്വിഡ് റെഫ്രിജറന്റ് ആണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, കംപ്രസറിന് വളരെയധികം ലോഡ് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കംപ്രസർ എന്ന ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണ്. ആ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിന്റെ അകത്ത് നമ്മൾ നിറയ്ക്കുന്നത് ഗ്യാസ് സ്റ്റേജിലുള്ള ഐറ്റംസ് ആയിരിക്കും. എന്നാൽ മാത്രമേ അത് കംപ്രസ് ചെയ്യുള്ളൂ. പൂർണ്ണമായിട്ട് കംപ്രസ് ചെയ്തിട്ട് അതൊരു ലിക്വിഡ് ഫോമിലാക്കി മാറ്റണം അല്ലേ? ഓക്കെ, പക്ഷെ ഈ കംപ്രസറിന്റെ അകത്തേക്ക് നമ്മൾ അയക്കുന്നത് ആക്ച്വലി സപ്പോസ് ലിക്വിഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, കംപ്രഷൻ നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല കംപ്രസറിന് ഡാമേജ് ഉണ്ടാക്കാനും ഒരു ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ഈ അയക്കുന്ന ഈ ഒരു ഇവിടെ അയക്കുന്ന ഈ MC എന്ന് പറയുന്നത് നമ്മളിവിടെ അയക്കുന്നത് ആക്ച്വലി കംപ്ലീറ്റ്ലി ലിക്വിഡ് ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി ഗ്യാസ് സ്റ്റേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അക്യുമുലേറ്റർ അല്ലെങ്കിൽ പ്രീ കൂളർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് we are completely avoiding the liquid from here actually. Okay, removing the liquid refrigerant എന്ന് പറയാം. Before entering the compressor, we are removing the liquid refrigerant from the liquid stage. Okay, liquid stage നിന്ന് നമ്മൾ മാറ്റണം. കംപ്ലീറ്റ്ലി ഗ്യാസ് സ്റ്റേജ് മാത്രമേ ഈ ഒരു കംപ്രസറിലേക്ക് കൊടുക്കുന്നുള്ളൂ. സോ എങ്ങനെയാണ് അത് വരുന്നത്? So here you can see that expansion valve നിന്ന് നിങ്ങൾ കൊടുക്കുന്നത്, അതായത് എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് നമ്മൾ ഇവിടെ ഏറെ തെറ്റാണ്. എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ആക്ച്വലി ഒരു പാർഷ്യൽ ലിക്വിഡ് അല്ലെങ്കിൽ പാർഷ്യൽ ഗ്യാസസ് എന്നുള്ള സ്റ്റേജിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെഫ്രിജറന്റിന്റെ സ്റ്റേജ്. ആ ഒരു ലിക്വിഡ് അതായത് ഒരു 90% ലിക്വിഡും ബാക്കിയുള്ള പെർസെന്റേജോളം ഒരു ഗ്യാസസ് ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ നമ്മൾ എത്തുമ്പോൾ ഈ ഒരു ഗ്യാസസ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേജ് എത്തുന്നത് അക്യുമുലേറ്ററിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ആ ലിക്വിഡിന് എന്ത് ചെയ്യും, ഒരു ലിക്വിഡ് പമ്പ് യൂസ് ചെയ്ത് ഇവോപ്പറേറ്ററിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ അക്യുമുലേറ്റർ ഒരു ലിക്വിഡ് പമ്പ് യൂസ് ചെയ്തതിനു ശേഷം ഈ അക്യുമുലേറ്ററിൽ നിന്ന് ലിക്വിഡിനെ മാത്രം നമ്മൾ ഇവോപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇവോപ്പറേറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ളതിനെ കംപ്ലീറ്റ്ലി ഈ എക്സ്റ്റേണൽ സ്പേസ് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്തും കണ്ട് അതൊരു ഗ്യാസസ് അല്ലെങ്കിൽ വേപ്പർ സ്റ്റേജിലേക്ക് ആക്കി മാറിയിട്ട് ആ ഇവോപ്പറേറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു മാസ് ഓഫ് റെഫ്രിജറന്റ് വീണ്ടും അക്യുമുലേറ്ററിലേക്ക് കൊടുക്കുന്നു. കാരണം ഇവോപ്പറേറ്ററിൽ നിന്ന് വരുന്ന റെഫ്രിജറന്റ് എന്ന് പറയുന്നത് ആക്ച്വലി കംപ്ലീറ്റ്ലി വേപ്പർ ആവണമെന്ന് നിർബന്ധമില്ല, അവിടെയും ലിക്വിഡ് പാർട്ടിക്കിൾസ് വരാം. ഓക്കെ, അതായത് ലിക്വിഡ് പമ്പിൽ നിന്ന് വരുന്ന ലിക്വിഡായിട്ട് വരുന്ന ഈ ഒരു റെഫ്രിജറന്റ് ഇവോപ്പറേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും 100% ലിക്വിഡ് ആവണം നിർബന്ധമില്ല, 100% ഗ്യാസസ് ആയി മാറണം നിർബന്ധമില്ല. ഓക്കെ, അതായത് ഒരു വേപ്പർ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം നിർബന്ധമില്ല. സോ വാട്ട് ഹാപ്പൻസ്, വി വിൽ പ്രൊവൈഡ് എ അക്യുമുലേറ്റർ. സോ ഇവിടെ വരുന്ന പാർഷ്യൽ ലിക്വിഡ് അല്ലെങ്കിൽ പാർഷ്യൽ അതായത് ഒരു 90% ഗ്യാസ് സ്റ്റേജിലായിട്ടുണ്ടാവും, പക്ഷെ ഒരു 10% ലിക്വിഡ് ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. അത് അക്യുമുലേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ലിക്വിഡിനെ എന്ത് ചെയ്യും, ഇത് വീണ്ടും ലിക്വിഡ് പമ്പ് ഉപയോഗിച്ച് തിരിച്ച് റിട്ടേൺ ആയിട്ട് ഇവോപ്പറേറ്ററിൽ കൊടുക്കുന്നു. ആൻഡ് ബാക്കിയുള്ള ഗ്യാസസിനെ അതായത് കംപ്ലീറ്റ്ലി ഗ്യാസസ് ആയി കഴിഞ്ഞാൽ ആ ഗ്യാസസിനെ മാത്രം എന്ത് ചെയ്യുന്നു, ഈ കംപ്രസറിലേക്ക് കൊടുക്കുന്നു. സോ നൗ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി അക്യുമുലേറ്ററിന്റെ യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, so this is the use of accumulator or the pre-cooler actually. Okay, so ഈ accumulator or pre-cooler എന്ന് പറയുന്നത് actually ഒരു as a device which is used to give the 100% gases അല്ലെങ്കിൽ വേപ്പർ സ്റ്റേജിലേക്കാണ് ഈ ഒരു കംപ്രസറിലേക്ക് വരുന്ന മാസ് ഓഫ് ദ റെഫ്രിജറന്റിന്റെ സ്റ്റേജ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്യുമുലേറ്റർ അല്ലെങ്കിൽ ഈ ഒരു പ്രീ കൂളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ലിക്വിഡ് പമ്പ് ഉപയോഗിച്ച് ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെയാണ് ഈ ഇവോപ്പറേറ്ററിലേക്കും എത്തുന്നത് എന്നുള്ള ഒരു കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നേരത്തെ അതേ സ്റ്റേജിൽ തന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രഷർ എൻതാൽപ്പി ഡയഗ്രം കിടക്കുന്നത്. അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ബട്ട് ഇവിടെ നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ത്രീ എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ്. സോ ദ കണ്ടൻസർ refrigerant coming from the condenser which is passes through the expansion device 4 and what happens after the 4 കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്, it again passes through the 5 actually ഇങ്ങോട്ടേക്ക് 5ലേക്ക് വരുന്നു. സോ 5ലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ 4 നിന്ന് വരുന്നത് അക്യുമുലേറ്ററിലൂടെ വന്നിട്ട് ഈ ഒരു ലിക്വിഡ് പമ്പ് ത്രൂ ഹിയർ ഇവിടെ എത്തുന്നതാണ് 5ലേക്ക് എത്തുന്നത്, ഇവോപ്പറേറ്ററിന് എത്തുന്നത്. ഇവോപ്പറേറ്ററിന് പിന്നെ നേരെ ചാടുന്നത് 6ലേക്കാണ്. സോ 5ൽ നിന്ന് അഗെയിൻ നേരെ പോകുന്നത് 6ലേക്കാണ്.
പക്ഷെ 6ൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്പോട്ടിലാണ് 6 നിന്നത്. പക്ഷെ ഈ 6ൽ എത്തിക്കഴിഞ്ഞാൽ 6ൽ ഇവിടെ വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഒരു 95% ഡ്രൈ ആയി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഒരു 10% അതാണ് ഈ ഒരു നമ്മൾ ഈ ഒരു ലിക്വിഡ് ലൈനിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ഗ്യാസസ് ലൈനിന്റെ അകത്ത് തന്നെയാണ് ഇത് വരുന്നത്. കാരണം 6 എന്നുള്ള പോയിന്റ് വരുന്നത്. കാരണം ഇവിടെ 100%ഉം ഗ്യാസസ് ആയി മാറിയിട്ടില്ല. ഓക്കെ, 100%ഉം ഈ റെഫ്രിജറന്റ് ഗ്യാസസ് ആയി മാറില്ല. അങ്ങനെ മാറിയിരുന്നെങ്കിൽ 6 എന്ന് പറയുന്ന സ്റ്റേജ് ആക്ച്വലി കമ്മിങ് ടു 1 ആയി പറയുന്നത്. പക്ഷെ അത് അഗെയിൻ passes through the accumulator. Okay, 6ൽ നിന്ന് again passes through the accumulator and it is passes through the 1 actually. Okay, then it is passes through the 1. So ഇവിടെ നിന്ന് പിന്നെ 6ൽ നിന്ന് വീണ്ടും 1ലേക്ക് വരുന്നു. So that means ഈ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ 100% വേപ്പർ ആണ് ആക്ച്വലി ഇതിലൂടെ പോകുന്നത് ആക്ച്വലി. ഓക്കെ, സോ അങ്ങനെ ആ 1 എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എൻട്രി ഓഫ് ദ കംപ്രസറിലേക്ക് എത്തുന്നു ആക്ച്വലി. 1 എന്ന് പറയുന്ന സ്റ്റേജ് എൻട്രി ഓഫ് ദ കംപ്രസർ. ഓക്കെ, റൈറ്റ്. സോ first of all 3 to 4, 4ൽ നിന്ന് 5, 5ൽ നിന്ന് again 6, 6ൽ നിന്ന് പിന്നെ 1ലേക്ക്. ഓക്കെ, 6ൽ നിന്ന് പിന്നെ 1ലേക്ക്. ഓക്കെ, now 1ൽ നിന്ന് പിന്നെ വീണ്ടും 2ലേക്ക് പോകുന്നു. റൈറ്റ്. സോ ഡയഗ്രത്തിലെ ചെറിയ വ്യത്യാസമുണ്ട്. റഷ്യൻ എൻതാൽപ്പി ഡയഗ്രത്തിലെ ചെറിയ വ്യത്യാസമുണ്ട്. റൈറ്റ്. ബട്ട് എന്താ പറയുക, ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും വാട്ട് ഇസ് എ പ്രീകൂളർ ഓർ ദി അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഇതൊക്കെ ഒരു പ്രോബ്ലത്തിലാണ് അധികം സാധാരണ ചോദിക്കാറുള്ളത്. If we are in a practical refrigeration system, suppose if we are connecting in a accumulator അല്ലെങ്കിൽ ഫ്ലാഷ് ചേമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലത്തിൽ കാണിക്കുമ്പോഴാണ് നിങ്ങളത് എങ്ങനെയാണ് അതിന്റെ നിങ്ങളുടെ COP വാല്യൂം അതുപോലെ തന്നെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റും ഒക്കെ വ്യത്യാസം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. ഓക്കെ, right. Now we are going to about this how to get the formula actually. Now, so accumulator is very insulated, so that is why there is a no exchange of the heat to the surroundings. So it is also having a stage of thermal equilibrium, and now we are going to this heat exchange. So the heat is taken by the accumulator, which is given to the heat is given out by the accumulator. Okay, right. So now നമുക്ക് കാണാൻ പറ്റും that is mc into h4 plus me into h6 which is equal to mc into h1 plus me into h5. ഇതെങ്ങനെയാണെന്നുള്ളത് അതായത് ഹീറ്റ് ടേക്കൺ ഇൻടു ദ അക്യുമുലേറ്റർ, അതായത് ആ അക്യുമുലേറ്ററിലേക്ക് വരുന്ന ഹീറ്റുകളും അതുപോലെ തന്നെ ആ അക്യുമുലേറ്ററിൽ നിന്ന് ഹീറ്റ് കൊടുക്കുന്ന ഹീറ്റുകളും സെയിം ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഒന്നുകൂടെ ആ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അതായത് അക്യുമുലേറ്ററിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ വരുന്നത് എന്ന് പറയുന്നത് ഏതാണ്? 4. സോ mc into 4 h4 ആക്ച്വലി mc into h4 അത് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന അടുത്തത് ഏതാണ്? me into h6 ആക്ച്വലി me into h6. സോ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിങ് ഏതാണ്? mc into h4 പ്ലസ് me into h6 which is equal to, ഇനി പോകുന്നത് ഏതൊക്കെയാണ്? ഒന്ന് mc into h1 പ്ലസ് h5 into me into h5. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും വരുന്നത് which is equal to പോകുന്നത് എന്നുള്ളത്. Right. So that is here it is given. Okay, mc into h4 plus me into h6 which is equal to mc into h1 plus me into h5. Now me നെയും അതുപോലെ തന്നെ mc നെയും രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. me into h6 minus h5 ഇവിടെയുള്ള h5 which is equal to mc into h1 minus ഇവിടെയുള്ള h4 ഇത് ഇങ്ങോട്ടേക്കും തിരിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് me. സെയിം പ്രൊസീജിയർ തന്നെയാണ് me കണ്ടുപിടിക്കുക. me mc ൽ നമുക്കൊരു എൻതാൽപ്പിന്റെ ഡിഫറൻസ് കിട്ടുന്നു. അതുകൂടാതെ നമ്മൾ ആ ഒരു വാല്യൂ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് അബ്സോർബ്ഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്താണെന്നുള്ളതാണ് അടുത്തത്. റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? എവാപറേറ്ററിൽ. സോ me into h6 minus h5 ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ h6 minus h5 ആണ്. me into h6 minus ഫിഗറിൽ കാണാം me into h6 minus h5. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാം me into h6 minus h5 ആണ് ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ നമുക്ക് അതിൽ എന്താ പറയാ mc യുടെ വാല്യൂ ചേർക്കാം. സോ mc into h1 minus h4 divided by h6 into h6 minus h5 into ഈ h6 minus h5 ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അടുത്തത് സെയിം സ്റ്റേജിന്. ഇനി ഇൻ ടേംസ് ഓഫ് mc നമുക്ക് കിട്ടും mc into h1 minus h4 വർക്ക് ഇൻപുട്ട് അതുപോലെ തന്നെ mc into h2 minus h1. കോഎഫിഷ്യന്റ് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ കിട്ടിയ mc into h1 minus h4 divided by mc into h2 minus h1. mc ക്യാൻസൽ ചെയ്യുന്നു. h1 minus h4 divided by h2 minus h1. ഓക്കെ, സോ അടുത്ത ഇവിടെ എന്താ വരുന്നത്? യെസ്, ഇവിടുത്തെ COP എന്താ വരുന്നത്? h1 minus h4 divided by h2 minus h1. h1 minus h4 divided by h2 minus h1. സോ ഈ ഒരു COP എന്ന് പറയുന്നത് സാധാരണ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് ഓരോന്നിലും ഓരോ COP-ന്റെയും അതുപോലെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിന്റെയും ഫോർമുലാസ്
ഓരോ ഡിവൈസസ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഡിഫറൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സാധാരണ ഒരു സിമ്പിൾ വേപ്പർ കംപ്രഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 പാർട്ടാണ്. അത് കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവോപ്പറേറ്റർ. അതിൽ വരുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിന് അനുസരിച്ചും അതുപോലെ തന്നെ ഈ അക്യുമുലേറ്റർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഫ്ലാഷ് ചേമ്പർ, ഇന്നൊന്നും കൂടെ വരാണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പൊ ഓരോന്നും ചേർക്കുന്നതിനനുസരിച്ച് അതും വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പോ അതിന്റെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഫോർമുലാസ് അനുസരിച്ച്, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം വരുന്നതിൽ അതിലെ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ഈ വക കാര്യങ്ങളെല്ലാം ആഡപ്പ് ആയിട്ടുണ്ടോ നോക്കുക. പ്രീ കൂളറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഫ്ലാഷ് ചേമ്പറോ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചറോ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഒരു എൻതാൽപ്പി ഡിഫറൻസുകളും വാല്യൂസും COP വാല്യൂസും ഒക്കെ ഫോർമുലാസ് ഒക്കെ ചേഞ്ച് ചെയ്യും.